അത്യാവശ്യം തരക്കേടില്ലാത്ത ക്രിസ്മസ് റിലീസുകൾക്ക് ശേഷം നമ്മളൊക്കെ ആകാംക്ഷയോടെ കാത്തിരുന്നത് പുതുവത്സര റിലീസുകൾക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ പുതിയ വർഷത്തെ പുതിയ സിനിമകൾക്ക് വേണ്ടിയാണ്. ജയറാമേട്ടന്റെ ത്രില്ലർ സിനിമ വരുന്നതും ലിജോ ജോസ് പെല്ലിശ്ശേരി മോഹൻലാൽ ടീമിൽ സിനിമ വരുന്നതും ഒക്കെ ജനുവരിയെ കാത്തിരിക്കാൻ കാരണമായി എന്ന് വേണമെങ്കിൽ പറയാം. ഈ വർഷം 2024 തുടങ്ങി 30 ദിവസം കൊണ്ട് ഇവിടെ റിലീസായത് 20ഓളം മലയാള സിനിമകളാണ്. അതിൽ തന്നെ 4 അറിഞ്ഞ് റിലീസായതും ആരെയും അറിയിക്കാതെ രഹസ്യമായി റിലീസ് ചെയ്ത സിനിമകളും ഒക്കെ ഉണ്ട്. എന്തായാലും ജനുവരിയിൽ തിയേറ്ററുകളിൽ എത്തിയ സിനിമകൾ ഏതൊക്കെ, എന്താണ് ഈ സിനിമകളുടെയൊക്കെ അവസ്ഥ, എന്തുകൊണ്ട് ഇങ്ങനെ ചറപറ റിലീസുകൾ എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. അപ്പോ കൂടുതൽ സമയങ്ങളെ നമുക്ക് ഇതിന്റെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഫിലിമി ടോക്സ്. ആട്ടം ഈ വർഷത്തെ ആദ്യ റിലീസ് 28ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ റിലീസ് ചെയ്ത് ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയ ഒരു സിനിമയായിരുന്നു. ആനന്ദ് ഏകർഷി സ്ക്രിപ്റ്റ് എഴുതി സംവിധാനം ചെയ്ത ആട്ടം. IFFKക്ക് പോയിരുന്നെങ്കിലും അന്ന് ഈ സിനിമ കാണാൻ വൻ തിരക്കായിരുന്നു. ക്യൂ നിന്നാലൊന്നും കിട്ടൂല. അതുകൊണ്ട് എനിക്ക് ഈ സിനിമ ഒന്നും കാണാൻ പറ്റിയില്ല. നല്ല അഭിപ്രായങ്ങളൊക്കെ വന്നെങ്കിലും സിനിമ കാണാൻ പറ്റിയില്ല തിയേറ്ററിൽ. പിന്നീട് IFFK ഒക്കെ കഴിഞ്ഞ് സിനിമ ജനുവരിയിൽ തിയേറ്റർ റിലീസ് ആയതിനു ശേഷമാണ് ഞാൻ ഈ സിനിമ കാണുന്നത്. ജനുവരി 5-നാണ് സിനിമ തിയേറ്ററുകളിൽ റിലീസായത്. ആദ്യം മുതലേ, അതായത് സിനിമയ്ക്ക് വേണ്ട കഥ കൺസീവ് ചെയ്ത ആ ഒരു സമയം മുതലേ ആനന്ദ് ആലോചിച്ചിരുന്നത് കൊമേഴ്സ്യലി വർക്കാവുന്ന, തിയേറ്ററിൽ ഓടുന്ന, ആളുകൾ തിയേറ്ററിൽ വന്ന് കാണുന്ന ഒരു സിനിമ ആയിരിക്കണം ഇത് എന്നാണ്. പക്ഷെ അതേസമയം തന്നെ സിനിമയുടെ സബ്ജക്ട് കൊണ്ടും അതിന്റെ യൂണിവേഴ്സാലിറ്റി കൊണ്ടും സിനിമ ഫെസ്റ്റിവലുകളിലും കളിക്കണം. ഈ 13 പേരുള്ള സിനിമയില് നായികയായ സറിൻ ഷിഹാബും കലാഭവൻ ഷാജോണും ഒഴിച്ച് ബാക്കിയുള്ള 11 പേര്, അതായത് വിനയ് ഫോർട്ട് ഉൾപ്പെടെ ലോകധർമ്മി എന്നൊരു തിയേറ്റർ ഗ്രൂപ്പിൽ ഏതാണ്ട് 18 വർഷത്തോളം സംവിധായകൻ ആനന്ദിന്റെ കൂടെ തന്നെ ഉള്ളവരാണ്. അത്രയും കാലത്തെ ഒരു പരിചയം അവർ തമ്മിലുണ്ട്. അങ്ങനെ കോവിഡ് വന്ന സമയത്ത് വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവരെല്ലാരും കൂടെ ഒന്നിച്ച് ഒരു 1 ഡേ ട്രിപ്പിന് പോയി. ആ സമയത്ത് വിനയ് ഫോർട്ടാണ് സംവിധായകൻ ആനന്ദ് ഏകർഷിയോട് പറയുന്നത്, നീ ഒരു സ്ക്രിപ്റ്റ് എഴുതി ഡയറക്ട് ചെയ്യാൻ നോക്ക്, നമുക്കത് ഉടനെ തന്നെ കുറഞ്ഞ ചെലവില് സിനിമയാക്കാം. അപ്പൊ അത് നമ്മുടെ ഈ കൂടെ ഉള്ളവർക്കൊക്കെ ഒരു ചാൻസ് ആവുകയും ചെയ്യും. സാധാരണ ഒരു സിനിമ ഉണ്ടാകുന്നത് ആദ്യം ഒരു കഥ ഉണ്ടായി പിന്നീട് അതിലേക്ക് ആർട്ടിസ്റ്റുകളെ ഓരോന്നായി കാസ്റ്റ് ചെയ്തിട്ടാണ്. എന്നാൽ ആട്ടത്തില് അത് നേരെ തിരിച്ചാണ് സംഭവിച്ചത്. ആദ്യം ഉണ്ടായത് ആർട്ടിസ്റ്റുകളാണ്, പിന്നീട് അവർക്ക് പെർഫോം ചെയ്യാൻ വേണ്ട ഒരു കഥയുണ്ടാക്കി അതിനെ സ്ക്രിപ്റ്റ് ആക്കുകയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ആ തിയേറ്റർ ഗ്രൂപ്പിലുള്ള 11 പേർക്ക് വേണ്ടി സൃഷ്ടിച്ച സിനിമ. ഒരേ കാര്യത്തെ തന്നെ അതിനൊരു ഗ്രൂപ്പായിട്ട് സമീപിക്കുമ്പോഴും ആ ഗ്രൂപ്പിലെ തന്നെ ഓരോരുത്തർ അതിനെ ഒറ്റയ്ക്ക് സമീപിക്കുന്നതും രണ്ടും 2 രീതിയിലായിരിക്കും. ഈ ഒരു ഐഡിയ പൊലിപ്പിച്ചാണ് ആനന്ദ് തന്റെ ആദ്യ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതി തീർത്തത്. സിനിമയുടെ മെയിൻ കോൺഫ്ലിക്റ്റിലേക്ക് എത്തുന്നത് മുതൽ പിന്നെ ആരാണ് കുറ്റം ചെയ്തതെന്ന ചോദ്യം സിനിമ തീരുന്നത് വരെ കാണുന്നവരെ കൺഫ്യൂഷൻ അടിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത്യാവശ്യം തിയേറ്ററിൽ ആൾ കയറിയ ഒരു സിനിമ തന്നെയാണ് ആട്ടം. അവർക്കൊക്കെ കിട്ടിയത് മികച്ച ഒരു തിയേറ്റർ എക്സ്പീരിയൻസ്. ഒരു കാര്യം ഉറപ്പാണ്, ഈ സിനിമ OTTയിൽ വന്നു കഴിഞ്ഞാൽ ഈ സിനിമയെ പറ്റി ഒരുപാട് ചർച്ചകൾ ഇവിടെ ഉണ്ടാവും, അത് ഉറപ്പാണ്. എബ്രഹാം ഓസ്ലർ, മിഥുൻ മാനുവൽ തോമസ് ഇതുവരെ സംവിധാനം ചെയ്തു വന്ന സിനിമകളൊക്കെ തന്നെ പുള്ളിയുടെ സ്വന്തം സ്ക്രിപ്റ്റ് ആയിരുന്നു. സ്വന്തം സ്ക്രിപ്റ്റിലായിരുന്നു പുള്ളി ഇത്രയും കാലം സിനിമകൾ സംവിധാനം ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അതിൽ നിന്നൊന്നും മാറി ഡോക്ടർ രൺധീർ കൃഷ്ണന്റെ സ്ക്രിപ്റ്റില് മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത സിനിമയായിരുന്നു എബ്രഹാം ഓസ്ലർ. ഈ വർഷം ജനുവരി 11-നാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയത്. ജയറാമേട്ടനെ നമ്മൾ പൊതുവെ സ്ക്രീനിൽ കണ്ടിട്ടുള്ളത് ഒരു ഫാമിലി മാൻ ആയിട്ടൊക്കെയാണ്. എന്നാൽ ഓസ്ലറിൽ അതങ്ങനല്ല. നമ്മൾ ഇതുവരെ കാണാത്തൊരു ജയറാമിന്റെ റീലോഞ്ച് ആയിരുന്നു എബ്രഹാം ഓസ്ലർ. ഇങ്ങനെയുള്ള വേഷങ്ങൾ ചെയ്തിട്ടില്ലാത്ത ഒരാൾ തന്നെ ഈ ക്യാരക്ടർ ചെയ്യണമെന്ന നിർബന്ധം കഥ കേട്ടപ്പോൾ മുതൽ മിഥുന് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആ വേഷം ജയറാമിൽ ചെന്ന് നിൽക്കുന്നത്. മകൾ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ ആ ഒരു സമയത്താണ് മിഥുൻ ജയറാമിനെ കണ്ട് കഥ പറയുന്നത്. കഥ കേട്ട് ഇഷ്ടപ്പെട്ടെങ്കിലും ഇങ്ങനെ ഒരു സിനിമ എന്നെ വെച്ച് ചെയ്യാൻ മിഥുന് ഫുൾ കോൺഫിഡൻസ് ഉണ്ടോ എന്നാണ് ജയറാമേട്ടൻ ചോദിച്ചത്. 100% നിങ്ങൾ ചെയ്യാനാണെങ്കിലേ ഞങ്ങൾ ഈ സിനിമ ചെയ്യുന്നുള്ളൂ എന്ന് മിഥുനും പറഞ്ഞു. അങ്ങനെ സിനിമ നടന്നു. സിനിമ തിയേറ്ററുകളിൽ ഇപ്പോഴും ഓടുന്നുണ്ട്. എന്നാലും എല്ലാവരും അറിഞ്ഞൊരു കാര്യം ആയതുകൊണ്ട് തന്നെ ഒരാളെ പറ്റി പറയാതെ നമുക്കിത് പൂർത്തിയാക്കാൻ പറ്റില്ല. മമ്മൂക്ക. സിനിമ റിലീസാവുന്നതിന് മുന്നേ 2 കാര്യങ്ങളാണ് ആളുകൾ പ്രധാനമായിട്ട് ഓസ്ലറിനെ പറ്റി പറഞ്ഞുകൊണ്ടേയിരുന്നത്. മമ്മൂക്ക ഈ സിനിമയിൽ ഉണ്ടെന്നും മമ്മൂക്ക ഈ സിനിമയിൽ ഇല്ലെന്നും. ഇതിനെപ്പറ്റി ഇന്റർവ്യൂവിലൊക്കെ ജയറാമേട്ടനോട് ചോദിക്കുമ്പോൾ ഞാൻ മമ്മൂട്ടിയെ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടേ ഇല്ലെന്നായിരുന്നു പുള്ളിയുടെ മറുപടി. മമ്മൂക്കയുള്ള കണ്ടോ?
ഞാനുള്ള ദിവസം ഉണ്ടായിട്ടില്ല. ഇനി വേറെ ദിവസം വന്ന് അഭിനയിച്ചിട്ട് പോയോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. That was the best acting I've ever seen in my whole life. അലക്സാണ്ടർ എന്ന ക്യാരക്ടർ ആര് ചെയ്യണമെന്നത് മിഥുനും ആദ്യം ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. പ്രകാശ് രാജ്, ശരത് കുമാർ, സത്യരാജ്, കന്നഡ, തെലുങ്ക് അങ്ങനെ പല സ്ഥലത്തു നിന്നും ആരെ കൊണ്ടുവരാമെന്ന് ആലോചിച്ചിരുന്നു. വേറൊരു ആവശ്യത്തിന് മിഥുൻ മമ്മൂക്കയെ കാണാൻ ചെല്ലുകയും ആ സമയത്ത് എന്താ ജയറാമിനെ വെച്ച് ചെയ്യാൻ പോകുന്ന സിനിമയുടെ കഥ എന്ന് മമ്മൂക്ക മിഥുനോട് ചോദിക്കുകയും ചെയ്തു. കഥ കേട്ട മമ്മൂക്ക ഞാൻ ആ വേഷം ചെയ്തോട്ടെ എന്നായി. വേണ്ട എന്ന് മിഥുനും. ഇത് കേട്ട ജയറാമേട്ടനാണ് മിഥുനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് മമ്മൂക്കയെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. മമ്മൂക്ക സിനിമയിൽ ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നെങ്കിലും ആദ്യ ഷോ തിയേറ്ററിൽ കണ്ട പ്രേക്ഷകരൊക്കെ മമ്മൂക്കയുടെ എൻട്രിയിൽ ഞെട്ടിത്തരിച്ചു. ഗംഭീര കളക്ഷനോടെ സിനിമ ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. 2024 ആദ്യ സൂപ്പർ ഹിറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം എബ്രഹാം ഓസ്ലർ. ഖൽബ് ഷെയ്ൻ നിഗമിനെ നായകനാക്കിക്കൊണ്ട് സാജിദ് യാഹിയ വർഷങ്ങൾക്ക് മുൻപ് അനൗൺസ് ചെയ്തൊരു പ്രോജക്റ്റ് ആയിരുന്നു ഖൽബ്. പക്ഷേ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോ അതിലെ നായകനും നായികയും ഒക്കെ പുതുമുഖങ്ങളായിരുന്നു. എന്തൊക്കെയോ ചില കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഷെയ്ൻ നിഗം സിനിമയിൽ നിന്ന് ബാക്ക് അടിക്കുകയായിരുന്നു. എന്താണ് ഔട്ടാവാനും പാടില്ല, എന്ത് കഷ്ടമാണ്. സാജിദ് യാഹിയുടെ നാട്ടില് കുറച്ച് മാനസിക പ്രശ്നമുള്ള തെരുവിലൊക്കെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന ഒരാളുണ്ടായിരുന്നു. അയാള് സാജിദിനെ എപ്പോ കണ്ടാലും ഉറക്കെ നീട്ടി വിളിക്കും ഖൽബേ എന്ന്. പുള്ളി അങ്ങനെ വിളിക്കുന്നത് സാജിദ് മൂപ്പർക്ക് ചായയൊക്കെ വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഖൽബേ എന്ന പുള്ളിയുടെ ആ വിളിയുടെ ഒരു സ്റ്റൈല് സാജിദിനെ ഒരുപാട് ഇഷ്ടമാവുകയും എന്നെങ്കിലും ഇതേ പേരില് ഒരു സിനിമ ചെയ്യണമെന്ന് അദ്ദേഹം തീരുമാനിക്കുമായിരുന്നു. അങ്ങനെയാണ് ഈ സിനിമയ്ക്ക് ഇങ്ങനെ ഒരു പേര് വന്നത്. പുതുമുഖങ്ങളായതുകൊണ്ടും വലിയ രീതിയിലുള്ള പ്രൊമോഷൻ പരിപാടികളൊന്നും അങ്ങനെ നടക്കാത്തത് കൊണ്ടും തിയേറ്ററിൽ അധികം ആളെ കയറ്റാൻ പറ്റാതെ പോയൊരു സിനിമയാണ് ഖൽബ്. ആലപ്പുഴ ബേസ് ചെയ്ത് പറഞ്ഞ ഈ ലവ് സ്റ്റോറി തിയേറ്ററുകളിൽ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയില്ല. നല്ല അഭിപ്രായങ്ങൾ വന്നതിനെ തുടർന്ന് മാറിയ സ്ക്രീനുകളിൽ സിനിമ വീണ്ടും റീ റിലീസ് ചെയ്തെങ്കിലും വലിയ ചലനമൊന്നും ഉണ്ടാക്കാൻ സിനിമയ്ക്ക് ആയിട്ടില്ല. വിവേകാനന്ദൻ വൈറലാണ്. മലയാളത്തില് ഒരുപാട് ഹിറ്റ് സിനിമകൾ നമുക്ക് സമ്മാനിച്ച ഒരു സംവിധായകൻ കമൽ. പുള്ളിയുടെ ഏറ്റവും പുതിയ സിനിമയാണ് ജനുവരി 19 തിയേറ്ററുകളിലെത്തിയ വിവേകാനന്ദൻ വൈറലാണ്. ഏതാണ്ടൊരു 4-5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കമല് ഒരു സിനിമ സംവിധാനം ചെയ്തെന്നൊരു പ്രത്യേകത കൂടി ഉണ്ട് ഈ സിനിമയ്ക്ക്. പുള്ളി ഒരു സംവിധായകനായി അരങ്ങേറിയതിനു ശേഷം ആദ്യമായാണ് കരിയറിൽ ഇത്രയും വലിയൊരു ഗ്യാപ്പ് വരുന്നത് കമൽ സാറിന്. പുതിയ കാലത്തെ അഡ്രസ് ചെയ്യുന്ന സാമൂഹിക പ്രസക്തിയുള്ള ഒരു സിനിമ ചെയ്യണമെന്ന കമലിന്റെ ആഗ്രഹത്തിൽ നിന്നാണ് ഈ സിനിമ സംഭവിക്കുന്നത്. കമലിന്റെ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടറായാണ് ഷൈൻ ടോം ചാക്കോ പുള്ളിയുടെ കരിയർ തുടങ്ങുന്നത്. ഒടുക്കം ആശാന്റെ പടത്തില് ശിഷ്യൻ നായകനായി എന്ന് പറയാം. ഈ സിനിമ ഷൈന്റെ 100ാം സിനിമ കൂടിയാണ്. പേര് പോലെ, പക്ഷേ സിനിമ വൈറലായില്ല. സിനിമയുടേതായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം വന്ന മുതൽ തന്നെ ഇതൊരു തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു സിനിമയാണെന്നൊരു തോന്നല് പ്രേക്ഷകരിൽ ഉണ്ടാക്കാൻ സിനിമയ്ക്ക് പറ്റിയിരുന്നില്ല. OTT വരുമ്പോൾ കാണാനൊരു മൈൻഡ് ആയിരുന്നു പലർക്കും സിനിമയെ കുറിച്ച്. തിയേറ്ററിൽ പോയി സിനിമ കണ്ടവർക്കും പടത്തിനെ കുറിച്ച് അത്ര നല്ലൊരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല. ഇനി എന്തായാലും ഞാനും OTT വരുമ്പോ കാണാം. നീ ഉണ്ടായിരുന്നൂട്ടാ, നീ മാത്രം ഉണ്ടായുള്ളൂട്ടാ. മലൈക്കോട്ടൈ വാലിബൻ. മലയാളികൾ ഈ അടുത്ത കാലത്തൊന്നും ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും കാത്തിരുന്നിട്ടുണ്ടാവില്ല. അതിന് കാരണം പറയണ്ടല്ലോ. മോഹൻലാലും ലിജോ ജോസ് പല്ലിശ്ശേരിയും അഥവാ മലയാളത്തിന്റെ മോഹൻലാൽ അവതരിക്കുന്ന ഇവർ രണ്ടുപേരും ആദ്യമായി ഒന്നിക്കുന്ന സിനിമ മലൈക്കോട്ടൈ വാലിബൻ. വളരെ വ്യത്യസ്തമായ ഒരു കണ്ടന്റ്. അത് പുൾ ഓഫ് ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് വലിയ ക്യാൻവാസിലുള്ള വലിയൊരു ലാൻഡ്സ്കേപ്പിലുള്ള സബ്ജക്ട് അത് വിശ്വസനീയമായിട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ വലിയൊരു നടൻ വേണം, നല്ലൊരു നടൻ വേണം. അതിനായി ലിജോ തിരഞ്ഞെടുത്തത് മലയാളത്തിന്റെ സ്വന്തം മോഹൻലാലിനെ. ഈ ഒരു സിനിമയ്ക്ക് ഇത്രയും വലിയ ഹൈപ്പ് ബിൽഡ് ചെയ്യുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചത് ടിനു പാപ്പച്ചനാണ്. പ്രധാന പങ്കെന്നല്ല, പുള്ളി തന്നെയാണ് മെയിൻ എന്ന് വേണമെങ്കിൽ പറയാം. ടിനു പറഞ്ഞത് മലൈക്കോട്ടൈ വാലിബൻ പടം തിയേറ്ററിൽ നിന്ന് കാണുന്നതിനേക്കാൾ പുറത്തു നിന്ന് കാണാനാണ് ആഗ്രഹം. ലാലേട്ടന്റെ ഇൻട്രോ സീനില് തിയേറ്റർ ഒന്ന് കുലുങ്ങും എന്നൊക്കെയാണ്. തിയേറ്റർ അതിനെല്ലാം കുലുങ്ങിയത്, വേറെ പല കാര്യത്തിനൊക്കെയാണ് തിയേറ്റർ കുലുങ്ങിയത്. അത്ര ഗംഭീരമായ ഒരു ഇൻട്രോ ആയിരുന്നോ? തിയേറ്റർ കുലുങ്ങിയോ എന്നൊന്നും പിന്നെ ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ചത്ത കിളിക്ക് എന്തിനാടാ കൂട്? ആദ്യത്തെ 1-2 ദിവസത്തെ നെഗറ്റീവിന് ശേഷം സിനിമയ്ക്ക് കാര്യമായ നല്ല റെസ്പോൺസ് വന്നു തുടങ്ങിയിരുന്നു. ചിലപ്പോ ഇപ്പോഴായിരിക്കാം ശരിക്കും സിനിമ ഡിസേർവ് ചെയ്യുന്ന ഓഡിയൻസ് കണ്ടു തുടങ്ങിയത്. ഇന്ന സ്ഥലമെന്നോ ഇന്ന ദേശമെന്നോ ഇന്ന കാലമെന്നോ ഒന്നും പറയാതെ നമുക്കൊട്ടും പരിചയമില്ലാത്തൊരു ടെറൈനിലാണ് സിനിമ നടക്കുന്നത്. അത് അങ്ങനെ പിടിച്ചതിന് പിന്നിലും ഒരു കാരണമുണ്ട്. ഒരു മലയാള സിനിമ എന്നതിനപ്പുറത്തേക്ക് ഈ സിനിമ തമിഴിൽ കണ്ടാൽ അത് തമിഴ് സിനിമയായി തോന്നണം, ഇനി തെലുങ്കിൽ കണ്ടാൽ അതൊരു തെലുങ്ക് സിനിമയായി. അതിനുവേണ്ട പ്രധാന സാധനം ലൊക്കേഷനാണ്. 2ാം പാട്ടിനുള്ള ഒരു സാധ്യതയോടെയാണ്, അതിനുള്ളൊരു ലീഡൊക്കെ ഇട്ടിട്ടാണ് സിനിമ അവസാനിക്കുന്നത്. അതിന് സംഭവിക്കുമോ ഇല്ലയോ എന്നൊക്കെ കണ്ടറിയണം. വളരെ എക്സ്ട്രീമിലുള്ള 2 അഭിപ്രായങ്ങളുമായിട്ടാണ് വാലിബൻ തിയേറ്ററുകളിലേക്ക് എത്തിയതും ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരു വിഭാഗത്തിന് ക്ലാസിക്കും മറ്റൊരു വിഭാഗത്തിന് കൂതറയും. എനിക്കെന്തോ പടം ഈ പറയുന്ന അത്ര ഒരു കൂറപ്പടമായിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ ഈ പൊക്കി അടിക്കുന്ന അത്ര ഒരു ക്ലാസിക് ലെവലിലുള്ള ഒരു പടമായിട്ടും തോന്നിയില്ല. തരക്കേടില്ലാതെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് മലൈക്കോട്ടൈ വാലിബൻ. നിങ്ങൾക്ക് പടം കണ്ടിട്ട് എന്ത് തോന്നിയെന്ന് കമന്റിൽ പറയണേ. നമ്മളിപ്പോ ഈ പറഞ്ഞ സിനിമകളൊന്നും കൂടാതെ ദർബാരി കുരുവി, മാംഗോ മുറി, പാളയം PC, രാസ്ത, ഡബിൾ ഹണ്ടേഴ്സ്, മായവനം അങ്ങനെ തുടങ്ങി കുറെ സിനിമകൾ മലയാളത്തിൽ റിലീസ് ആയിരുന്നു. ഇങ്ങനെയൊക്കെ സിനിമകൾ ഈ വർഷം
കഴിഞ്ഞ മാസം റിലീസായിട്ടുണ്ടെന്ന് പലരും അറിഞ്ഞിട്ട് പോലും ഇല്ലെന്ന് അറിയുന്നത് കൊണ്ട് മാത്രം അതൊക്കെ ഒന്നങ്ങ് സ്കിപ്പ് ചെയ്ത് പോയിന്നേ ഉള്ളൂ. അപ്പൊ ഇനി ഫെബ്രുവരിയിൽ റിലീസാകുന്ന സിനിമകൾ വെച്ചിട്ട് ഇതൊരു സീരീസ് ആയിട്ട് തുടർന്ന് പോകാനാണ് ഒരു പ്ലാൻ, ഒരു പരിപാടി. റെക്കോർഡിംഗ് ഇല്ലാത്ത ടേപ്പ് കൊണ്ടാണ് റെക്കോർഡിംഗ് വരുന്നത്. വരട്ടെ, നോക്കാം. അപ്പോ വീണ്ടും കാണാം. തൽക്കാലം